ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കൊടിക്കൂറയ്ക്ക് കീഴിൽ നമ്മുടെ രാജ്യം വിറങ്ങലിച്ചു നിന്ന കാലം. അന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും അരനൂറ്റാണ്ടു മുമ്പേ കേരളത്തിന്റെ വടക്കേ അറ്റത്തു നിന്ന് ഒരു സിംഹം ഗർജിച്ചു. വിദേശാധിപത്യത്തിനെതിരെ പടവാളേന്തിയ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ ഇന്നും കേരള മണ്ണിന്റെ ചരിത്രമാണ്. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ കോട്ടയം രാജവംശത്തിലാണ് 1853 കേരളവർമ്മ ജനിക്കുന്നത്. പുരളിമല ആസ്ഥാനമായുള്ള കോട്ടയം രാജവംശം അന്ന് ഏറെ പ്രശസ്തമായിരുന്നു. ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആ രാജവംശത്തിന്റെ ഭാഗമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ കളിച്ചു വളരുന്നതിനു പകരം ആയോധന കലകളിലും ഭരണകാര്യങ്ങളിലുമെല്ലാം പഴശ്ശി തൻ്റെതായ കഴിവുകൾ തെളിയിച്ചു. സ്വന്തം പ്രജകളെ സ്വന്തം കുടുംബം പോലെ സ്നേഹിച്ച ഒരു രാജാവായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധത്തിൽ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്നു. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് മലബാറിലെ മിക്ക രാജാക്കന്മാരും ഭയന്ന് തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തപ്പോഴും തന്റെ പ്രജകളെ ഉപേക്ഷിച്ചു പോകാൻ പഴശ്ശി തയ്യാറായില്ല. പിന്നീട് മലബാറിന്റെ അധികാരം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ ജനങ്ങളെ അതിക്രൂരമായി ചൂഷണം ചെയ്ത് ഭീമമായ നികുതി പിരിക്കാൻ തുടങ്ങി. ഇത് പഴശ്ശിക്ക് സഹിക്കാനായില്ല. നമ്മുടെ മണ്ണിൽ വിളയുന്നതിന്റെ പങ്ക് ചോദിക്കാൻ കടൽ കടന്നു വന്ന ആ വെള്ളക്കാർക്ക് എന്തധികാരം? ഈ ചോദ്യം ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചു. ഈ ചോദ്യത്തിൽ നിന്നാണ് ചരിത്ര പ്രസിദ്ധമായ പഴശ്ശി വിപ്ലവങ്ങൾക്ക് തുടക്കമിട്ടത്. പഴശ്ശിരാജയുടെ ഐതിഹാസികമായ ഈ പോരാട്ടങ്ങളിൽ വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടം എന്ന നിലയിൽ കുറ്റ്യാടി ചുരവും പരിസര പ്രദേശങ്ങളും യുദ്ധതന്ത്രപരമായി ഏറെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. ബ്രിട്ടീഷ് പട്ടാളം വയനാട്ടിലേക്ക് കടക്കുന്നത് തടയാൻ പഴശ്ശിരാജയുടെ സൈന്യം ഏറ്റവും ശക്തമായ പ്രതിരോധം തീർത്തത് കുറ്റ്യാടിയിലായിരുന്നു. കുറ്റ്യാടിയിലെ മലനിരകളും ഇടതൂർന്ന കാടുകളും പഴശ്ശിയുടെ ഒളിയുദ്ധ തന്ത്രങ്ങൾക്ക് പറ്റിയ ഇടമായിരുന്നു. പകൽ സമയത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാർ ചുരം കടക്കുമ്പോൾ രാത്രിയുടെ മറവിൽ കാടിനുള്ളിൽ ഒളിച്ചിരുന്ന് പഴശ്ശിയുടെ പടയാളികൾ അപ്രതീക്ഷിതമായി അവരെ ആക്രമിച്ചു. വെള്ളക്കാർക്ക് എവിടെ നിന്ന് ആക്രമണം വരുന്നു എന്നോ എവിടെ ഒളിക്കണമെന്നോ മനസ്സിലായില്ല. കുറ്റ്യാടിയിലെ സാധാരണക്കാരായ ജനങ്ങളും കുറിച്യരും പഴശ്ശിരാജയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകി. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ഓരോ നീക്കങ്ങളും ചോർത്തി നൽകാനും ഒളിവിൽ കഴിയുന്ന രാജാവിനും പടയാളികൾക്കും ഭക്ഷണവും മരുന്നും എത്തിക്കാനും അവർ മുന്നിൽ നിന്നു. 1802 പനമരം കോട്ടം പിടിച്ചെടുത്ത പഴശ്ശി സൈന്യത്തിന്റെ ആവേശത്തിൽ കുറ്റ്യാടിയിലെയും തൊട്ടിൽ പാലത്തിലെയും ബ്രിട്ടീഷ് ഔട്ട്പോസ്റ്റുകൾ അവർ ആക്രമിച്ചു. എടച്ചന കുങ്കനും തലയ്ക്കൽ ചന്തുവും ഈ പ്രദേശത്തിൽ വെച്ചാണ് ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചത്. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ തോക്കുകൾക്കും പീരങ്കികൾക്കും മുമ്പിൽ പഴശ്ശിയുടെ അമ്പും വില്ലും പിടിച്ചു നിന്നത് ഈ ഒളിയുദ്ധ തന്ത്രങ്ങൾ കൊണ്ടായിരുന്നു. ജാതിമത ഭേദമന്യേ നായന്മാരും മുസ്ലിങ്ങളും ആദിവാസി വിഭാഗങ്ങളും തോളോട് തോൾ ചേർന്ന് ഇവിടെ പോരാടി. നേരിട്ടുള്ള യുദ്ധത്തിൽ പഴശ്ശിയെയും ധീരരായ പോരാളികളെയും തോൽപ്പിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ചതി എന്ന തന്ത്രം പ്രയോഗിച്ചു. ഒറ്റുകാരെ ഉപയോഗിച്ചും ജനങ്ങൾക്ക് ഭക്ഷണം തടഞ്ഞുമെല്ലാം അവർ പഴശ്ശിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. ഒടുവിൽ 1805 നവംബർ 30 ബ്രിട്ടീഷ് സൈന്യം പഴശ്ശിയെ വളഞ്ഞു. ശത്രുക്കൾക്ക് തന്നെ സ്പർശിക്കാൻ അവസരം നൽകാതെ ആ വീര കേരള സിംഹം വീര്യമൃത്യു വരിച്ചു. അദ്ദേഹം സ്വന്തം വജ്രമോതിരം വിഴുങ്ങിയെന്നും ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചുവെന്നും അഭിപ്രായങ്ങളുണ്ടെങ്കിലും കീഴടങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല എന്നത് സത്യം. പഴശ്ശിയുടെ ധീരതയിൽ ആദരവ് തോന്നിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ബാബർ അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ ഒരു രാജാവിന്റെ എല്ലാ ആദരവോടുകൂടെയും സംസ്കരിച്ചു. ബാബർ കുറിച്ചത് ഇങ്ങനെയാണ്: ഇത്രയും ധീരനായ ഒരു ശത്രുവിനെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആയിരക്കണക്കിന് ദേശസ്നേഹികളുടെ ചോര വീണ പുണ്യഭൂമിയാണിത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പീരങ്കികൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന പഴശ്ശിരാജയുടെയും പടയാളികളുടെയും കാൽപ്പാടുകൾ പതിഞ്ഞ വഴികളിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം പഴശ്ശിരാജയെ പോലെയുള്ളവരുടെ ത്യാഗത്തിന്റെ ഫലമാണ്. ആ ധീര ദേശാഭിമാനിയുടെ ഓർമ്മകൾ നമ്മളിൽ ഓരോരുത്തരിലും ആവേശമായി ഉണരണം.